ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമാ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് ഇട്ടേക്കുക. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന്. ഇവിടെ ട്രാൻസ്ഫോർമേഷൻ ആണ്. 1+3 4 ആണ് നമ്പർ വന്നിരിക്കുന്നത്. സ്ഥിരതയുടെ നമ്പറാണ്, രാഹുവിൻ്റെ ഇൻഫ്ലുവൻസ്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് എന്താണ്? ഇത് നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം തരുന്നു എന്നുള്ളതാണ്. മാറ്റത്തിനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക്, ചിത്രശലഭത്തെ പോലെ പാറിപ്പറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, കുറച്ചുകൂടി ബോൾഡ് ആവാൻ, കുറച്ചുകൂടി ഫ്രീഡം അനുഭവിക്കാനുള്ള സാഹചര്യം മനസ്സിലായി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് വരണമെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരുപാട് പേർക്ക് സന്തോഷിക്കാനുള്ള അവസരമാണ് വരാൻ പോകുന്നത്. ഒരു മാറ്റത്തിലേക്ക് നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഈ ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിച്ചതായിരിക്കണം. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ആണ് കൊണ്ടുവരാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ ഈ ഒരു മാറ്റം വരാൻ വേണ്ടി നിങ്ങൾ കാത്തു നിന്നിട്ടില്ലായിരിക്കണം. അഥവാ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടായി എങ്കിൽ തന്നെ തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യം നിങ്ങൾക്ക് നല്ലതുപോലെ സന്തോഷം തരുന്ന മാറ്റമാണ്. ഇതുവഴി നിങ്ങൾക്ക് ലക്ഷറി ലൈഫിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു. അതുപോലെ നിങ്ങളിലേക്ക് സാമ്പത്തികപരമായ ചില കാര്യങ്ങൾ അടുത്തു വരുന്നുണ്ടാവണം. നിങ്ങളുടെ ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുന്നുണ്ടാവണം. അതുവഴി മറ്റുള്ളവരുടെ സ്നേഹം നിങ്ങളിലേക്ക് വരുന്നുണ്ടാവണം. പല വിധത്തിലുമുള്ള മാറ്റങ്ങൾക്ക് നിങ്ങൾ വിധേയമാകാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിക്കുന്ന ഫുഡിന്റെ കാര്യത്തിലായാലും നിങ്ങൾക്ക് നല്ലതുപോലെ ഒരുങ്ങാൻ സാധിക്കുന്നു, ഒരുപാട് സന്തോഷിക്കാൻ കഴിയുന്നു. നിങ്ങളുടെ മുഖം തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെടുത്തിയെടുക്കാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് കുറച്ച് മുഖം മിനുക്കാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുമല്ല എങ്കിൽ ഹെയർ സ്റ്റൈലിൽ വ്യത്യാസം വരുത്താൻ കഴിയുന്നു. നമ്മളിവിടെ വന്നിരിക്കുന്ന കാർഡിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് ചിലർ ഇനി എന്താണ് ഒരുക്കത്തിൻ്റെ കാര്യമാണോ പറയുന്നത് എന്നൊക്കെ ചിലപ്പോൾ ചിലർ വിചാരിക്കും. അതുകൊണ്ട് ഇവിടെ നമുക്ക് അത്തരത്തിലുള്ള മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. നോക്കാം. നയൻ ഓഫ് കപ്സിന്റെ എനർജി ഒരുപാട് സന്തോഷം അനുഭവിക്കാനുള്ള സാധ്യതയാണ്. സഫലത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കുറെ കാര്യങ്ങൾ, ചിലപ്പോൾ വിവാഹം എടുത്തിട്ടുണ്ടാവും, അതിനായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോകുന്നത്, ആരുടെയെങ്കിലും വിവാഹത്തിൽ പങ്കെടുക്കാനായിരിക്കാം. അതുമല്ല എങ്കിൽ നിങ്ങളുടേതായ ചില കാര്യങ്ങൾക്ക് വേണ്ടി ആവാം. എന്തായാലും ശരി, നിങ്ങൾക്കിവിടെ നല്ല മാറ്റം വരാൻ പോകുന്നുണ്ട്. ഒത്തിരി സന്തോഷത്തിലേക്ക് നീങ്ങാൻ സാധിക്കുന്ന സന്തോഷകരമായ എനർജി നിങ്ങൾക്ക് വരുത്താൻ സാധിക്കുന്നു. അല്ലെങ്കിൽ അതിൽ നിലനിൽക്കാൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നു. ചിലർക്ക് എന്തെങ്കിലുമൊക്കെ നല്ല സാധനങ്ങൾ വാങ്ങിക്കുന്നതാവാം, ചിലപ്പോൾ ഗോൾഡ് വാങ്ങിക്കുന്നതാവാം, ഓർണമെന്റ്സ് ഒക്കെ മറ്റ് ചില കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നതാവാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റ് പല തരത്തിലുള്ള നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനോ, ഇഷ്ടപ്പെടുന്ന ചില സ്ഥലങ്ങളിലേക്ക് പോകാനോ, സന്തോഷിക്കാനോ ഒക്കെയുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ദൈവാനുഗ്രഹം കൂടുതലായിട്ട് വരുന്ന ഒരു സമയമാണ് ഇതെന്ന് കാണുന്നുണ്ട്. ഇവിടെ അത് തന്നെയാണ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു എനർജിയെ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ നിലനിർത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ കണ്ടില്ലേ, 9 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ 9 ഓഫ് കപ്സ് വന്നിരിക്കുന്നത്. ഇവിടെ ഫുൾഫിൽമെന്റ് ഓഫ് വിഷസ് ആണ്, ആഗ്രഹ സഫലീകരണം. വളരെ നല്ല എനർജി അല്ലേ? അപ്പൊ ഇവിടെ ഈ ആഗ്രഹ സഫലീകരണം നടക്കുന്ന ഇവിടെ നിങ്ങൾക്ക് ഐശ്വര്യവും സമൃദ്ധിയും വർദ്ധിക്കുന്ന എനർജിയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾ എന്ത് കാര്യമാണോ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവിടെ മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഈ ഒരു മാറ്റം വരുന്നത് തന്നെ നിങ്ങളുടെ ആഗ്രഹ സഫലീകരണമാണ് അല്ലേ? അപ്പൊ പ്രത്യേകിച്ച് ഇവിടെ കണ്ടില്ലേ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഫ്രൂട്ട്ഫുൾ ആവുകയാണ്, സഫലീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. മനസ്സിലായി? എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ അത് സാധ്യമായി കിട്ടുന്ന എനർജിയാണ് ഇന്നത്തെ ദിവസം എന്ന് കാണുന്നുണ്ട്. പലർക്കും പല കാര്യങ്ങളും സാധിച്ചു കിട്ടുന്നുണ്ട്. ആരെങ്കിലും കാണണമെന്ന് ആഗ്രഹിച്ചോ, അത് കാണാൻ സാധിക്കുന്നു. ആരുടെയെങ്കിലും മെസ്സേജ് വരാൻ കാത്തിരിക്കുകയാണോ, അത് ചിലപ്പോൾ വരാം. ആരെങ്കിലും നിങ്ങളെ വിളിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടോ, ചില വ്യക്തികൾ, ചില സാഹചര്യങ്ങൾ. എങ്ങനെയായാലും ശരി, നിങ്ങൾ ചിലപ്പോൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ
എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സാധ്യമായി കിട്ടും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തിയെ കാണണമെന്ന് മനസ്സിൽ അതിയായി ആഗ്രഹിച്ചോ, ചിലപ്പോൾ അതിനുള്ള ഒരു സാഹചര്യം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ഇനി അതുമല്ല, എവിടെയെങ്കിലും ക്ഷേത്ര ദർശനം നടത്തണം, അല്ലെങ്കിൽ മറ്റു പല ആരാധനാലയങ്ങളിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാവാം. ഈ ഒരു സമയം അത് മനസ്സിന് നിങ്ങൾക്ക് വല്ലാത്ത സന്തോഷം തരുന്ന എനർജി ആവാം. അത് നിങ്ങൾക്ക് സാധ്യമായി കിട്ടുന്നു എന്നുള്ളതും കാണുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയുള്ള ചിലപ്പോൾ മറ്റ് പലയിടങ്ങളിലേക്ക് പോകാനോ, ചിലപ്പോൾ ഏതെങ്കിലും ജോലി കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് സന്തോഷകരമായ വാർത്ത ലഭിക്കാം. മനസ്സിലായി? ചിലപ്പോൾ സാമ്പത്തികം വന്ന് ചേരുന്നതിന്റെ വാർത്ത ലഭിക്കാം. അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ പുതിയ പുതിയ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് കടക്കാനും പുതിയ പുതിയ ചില സന്തോഷങ്ങളിലേക്ക് പോകാനും നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഡെത്താണ് വന്നിരിക്കുന്നത്. ജീവിതത്തിൽ ചില ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു, എൻഡ് ആയിട്ടുണ്ട്. ഡെത്ത് സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ചില കാര്യങ്ങളിൽ സ്റ്റക്കായിരിക്കാം, ചില കാര്യങ്ങൾ അവസാനിച്ചിട്ടുണ്ടാവാം. നല്ലതുപോലെ ചിലപ്പോൾ ചില സ്നേഹം നടിച്ചിരുന്ന ചില വ്യക്തികൾ നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടാവാം. ഇനി അതുമല്ല എങ്കിൽ ചിലപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ നിങ്ങൾ നടുക്ക് വെച്ച് സ്റ്റക്കായ ഒരു അവസ്ഥയിൽ ആയിരിക്കാം. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാവാത്ത അവസ്ഥയായിരിക്കാം. ഒന്നുകിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം, അതുമല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബപരമായിട്ട് മറ്റേതെങ്കിലും കാര്യത്തിൽ സാമ്പത്തികപരമായ ചീറ്റിങ്ങുകൾ ഉണ്ടായിരിക്കാം. ഏതെങ്കിലും കാര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ബാധിച്ചിട്ടുണ്ടാവാം. അതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആക്സിഡന്റുകൾ സംഭവിച്ചിട്ടുണ്ടാവാം, അനാരോഗ്യകരമായ അവസ്ഥകൾ ഉണ്ടാവാം. പല കാര്യങ്ങളിലും നിങ്ങൾ ഇപ്പോൾ സ്റ്റക്കായിട്ടുണ്ടാവാം. മുന്നോട്ട് വരാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരിക്കാം നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് എന്ന് കാണുന്നുണ്ട്. ഇവിടെ നിന്നും ഡെത്ത് വന്നു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് പിന്നെ സംഭവിക്കാൻ പോകുന്ന ഒരു റീബർത്താണ്, അല്ലെ? അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് നല്ല മാറ്റം വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒരു മാറ്റത്തോടു കൂടി നിങ്ങൾക്ക് വീണ്ടും ഒരു ജീവിതത്തിലേക്ക് കടക്കാൻ സാധിക്കുന്ന ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് വരാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ ആണ്, ഒരു പരിവർത്തനത്തിൻ്റെതായ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെയും അത് തന്നെയാണ്, ഒരു മാറ്റത്തിൻ്റെതായ സമയം വരും. മനസ്സിലായി? ഈ ഒരു മാറ്റമായാലും ഈ ഒരു പരിവർത്തനമായാലും എന്താണ്, എനർജി ഒന്ന് തന്നെയാണ്, പോസിറ്റീവായിട്ടുള്ള എനർജിയിലേക്ക്. ഇവിടെ ആഗ്രഹ സഫലീകരണം വന്നിരിക്കുന്നത് എന്താണ്, പോസിറ്റീവായ എനർജിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെയും കാണുന്നത്. അപ്പോൾ ആകെപ്പാടെ നിങ്ങൾക്ക് സന്തോഷം നിറഞ്ഞ ഒരു എനർജിയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ സ്പിരിച്വൽ യൂണിയൻ ആണ്, കണ്ടില്ലേ? ഈ ഒരു സ്പിരിച്വൽ യൂണിയൻ എന്ന് പറയുന്നത് കണ്ടില്ലേ, തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ രണ്ടുപേർക്ക് ഐക്യത്തിലൂടെ മുന്നോട്ട് പോകാൻ, അതുപോലെ യൂണിയൻ ചേർന്നിട്ട് ഇതൊരു സ്പിരിച്വൽ വേയിലൂടെ വന്നിട്ടുള്ള രണ്ട് വ്യക്തികളുടെ സോളുകളാണ്. ഇത് രണ്ടും കൂടെ കൂടിച്ചേരുന്ന ഒന്നായി മാറുന്ന എനർജിയാണ്. ഒരു സോളും രണ്ട് ബോഡി, അങ്ങനെയുള്ള ഒരു എനർജിയാണ് ഇതിവിടെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു എനർജി എന്ന് പറയുമ്പോൾ വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്നതാണ് സ്പിരിച്വൽ യൂണിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റേതെങ്കിലും വ്യക്തികളുമായിട്ടുള്ള കൂടിച്ചേരലാവാം. ഇനി അതുമല്ല, ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ജോലിക്കാര്യങ്ങളിലോ ഒക്കെ സംഭവിക്കുന്നതാവാം. നിങ്ങൾക്ക് നല്ലൊരു പാർട്ട്ണർ വേണം എന്നൊക്കെ വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങളെ പോലെ സ്പിരിച്വലായിട്ട് ഗ്രോത്ത് ഉള്ള ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളോട് ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്തു പോകാൻ തയ്യാറായിട്ട് വരാം. അവിടെ നിങ്ങൾക്ക് നല്ല ഒരു സക്സസ് വരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഈ ഒരു സോളിന്റെ എനർജി എന്ന് പറയുന്നത്, സ്പിരിച്വൽ യൂണിയൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് പ്രോസ്പെറിറ്റി, ഐശ്വര്യവും ഒക്കെ തരുന്നതാണ് എന്നാണ് കാണുന്നത്. മനസ്സിലായി? ഇനി ഇതിൽ നിന്ന് നിങ്ങളിൽ നിന്നും ആരെങ്കിലും വ്യക്തികൾ പിരിഞ്ഞു പോയിട്ടുണ്ടോ? നിങ്ങൾ നല്ലതുപോലെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു കഴിഞ്ഞിരുന്ന ചില വ്യക്തികൾ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഒത്തുചേർന്ന് വരാനുള്ള എനർജി ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെ കൂടിച്ചേർന്ന് ഒന്ന് ചേർന്ന് നല്ല സന്തോഷകരമായിട്ട്, കണ്ടില്ലേ, നല്ല ഐശ്വര്യം നിറഞ്ഞു നിൽക്കുകയാണ്. നല്ല വെളിച്ചത്തിലൂടെ മുന്നോട്ട് പോകാനുള്ള കഴിവാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇടചക്രയുടെ ആക്ടിവേഷൻ വരുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ എന്താണ്, യൂണിയൻ ചേർന്ന് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരുപാട് സ്നേഹത്തോടെ സമൃദ്ധിയിലേക്ക് പോകാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ ഈ ഒരു എനർജി ഉണ്ടാവുന്നതാണ് എന്ന് കാണുന്നുണ്ട്.
എംപ്രസിന്റെ എനർജിയാണ് ഇവിടെ. ഐശ്വര്യവും സമൃദ്ധിയുമാണ് വന്നിരിക്കുന്നത്. കണ്ടില്ല, ഇവിടെ ഒരുപാട് സമൃദ്ധിയിലേക്ക് പോകാൻ സാധിക്കുന്നു. ഇവിടെ നമ്പർ 3 ആണ് വന്നിരിക്കുന്നത്. ഒത്തിരി ഒത്തിരി ദൈവാനുഗ്രഹത്തിന്റെ എനർജിയാണ്. അപ്പൊ ഈ ഒരു എനർജി ഒരുപാട് മാറ്റം കൊണ്ടുവരുന്നതാണ്. നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്നതാണെന്ന് കാണുന്നുണ്ട്. പലരുടെയും വിവാഹത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. ജോലി ലഭിക്കുന്ന സാധ്യത കാണുന്നുണ്ട്. പുതിയ വീടായി, വാഹനമായി, അങ്ങനെ ഒത്തിരി ഒത്തിരി നല്ല അബണ്ടൻസിലേക്ക് പോകാനുള്ള എനർജിയാണിത്. സമൃദ്ധിയിൽ കഴിയാനുള്ള എനർജിയാണ് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. ഇത് നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അങ്ങനെ ഒരു സന്തോഷ വാർത്ത ലഭിക്കാനുള്ള സാധ്യതയാണ് ഇന്ന് കാണുന്നത്. ഇവിടെ കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് ആണ്. പലരും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒളിച്ചോടാൻ ശ്രമിക്കും, അല്ലേ? അപ്പൊ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളായാലും നിങ്ങൾ അതിൽ നിന്ന് ഒളിച്ചോടുന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല. പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെ അതെന്താണെന്ന് മനസ്സിലാക്കുക. എന്തുകൊണ്ട് എനിക്ക് ഈ പ്രശ്നം വന്നു, ഞാൻ എന്താണ് ഇവിടെ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ ഇതിന് ഉത്തരവാദി ആരാണ്, ഇതിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, ഇതിനുള്ള സൊല്യൂഷൻ എന്താണ് എന്ന് കണ്ടെത്തി റിയാലിറ്റിയിലേക്ക് വരികയാണ് വേണ്ടത്. മനസ്സിലായോ? അല്ലാതെ ഒരു ഇല്യൂഷനിലല്ല, മായയിൽപ്പെട്ട് കഴിയുകയല്ല വേണ്ടത്. ഇതെന്നെ ബാധിക്കുന്നതല്ല എന്ന് ചിലർ പറയും ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ. അങ്ങനെയല്ല, നിങ്ങളെ ബാധിക്കുന്നതാണെങ്കിൽ നിങ്ങളാണ് അതിന് സൊല്യൂഷൻ കണ്ടെത്തേണ്ടത്. ഇവിടെ ഇനി മറ്റു പലരും നിങ്ങളിലേക്കൊരു പ്രശ്നം അടിച്ചമർത്തി അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റാത്ത വിധം സ്ട്രോങ് ആവണം. മനസ്സിലായോ? നിങ്ങളുടെ ജീവിതത്തിന്റെ താക്കോൽ ആരുടെയും കയ്യിൽ കൊടുക്കാൻ പാടില്ല. അവരല്ല, മറ്റുള്ളവരല്ല നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടത്. നിങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടത്. നിങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തെ പോസിറ്റീവായ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകേണ്ടത്. നിങ്ങളാണ് എല്ലായ്പ്പോഴും സന്തോഷത്തിലിരിക്കേണ്ടത്. നിങ്ങളാണ് നിങ്ങളുടെ ജീവിതം അനുഭവിച്ച് തീർക്കേണ്ടത്. അത് മനസ്സിലാക്കി തീർച്ചയായിട്ടും നിങ്ങൾ റിയാലിറ്റിയിൽ കഴിയാൻ ശ്രമിക്കണം. എല്ലായ്പ്പോഴും പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം, വലിയ പ്രശ്നങ്ങളും ഉണ്ടാകാം. അപ്പോൾ അതിനുള്ള കാരണം കണ്ടെത്തി ഇതിന് ഉത്തരവാദി ഞാനാണ്, ഞാൻ തന്നെയാണ്, അല്ലാതെ മറ്റൊരാളിന്റെ ചുമലിൽ ആ ഭാരം ഏൽപ്പിക്കുകയല്ല വേണ്ടത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിന്റെ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി അതിന് വേണ്ട സൊല്യൂഷൻ കണ്ടെത്തി അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. എന്ത് പ്രശ്നമാണെന്ന് നോക്കാം. ഇവിടെ കിങ് ഓഫ് പെന്റക്കിൾസ് സാമ്പത്തിക പ്രശ്നമായിരിക്കണം ചിലപ്പോൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ സാമ്പത്തികം ലഭിക്കുന്ന എനർജി ഉണ്ട്, സമ്പത്തിന്റെ രാജാവാകാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നം വന്നാലും നിങ്ങൾക്ക് ഇവിടെ സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയണം. കൂടുതലായിട്ടും ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നമാണ് ഒരുപാട് പേരെ അലട്ടുന്നതെന്ന് കാണാം നമുക്ക്, അല്ലേ? അപ്പൊ അങ്ങനെ ആയാൽ തന്നെയും അത് എന്തുകൊണ്ട് വന്നെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ഒരു പരാജയം വരില്ല, ഒരുപാട് വിഷമത്തിൽ ഇരിക്കേണ്ട അവസ്ഥ ഉണ്ടാവുകയില്ല. ഇവിടെ 9 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി കണ്ടില്ല, ഇവിടെ ഒരുപാട് സാമ്പത്തികം നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട്. അതിൻ്റെതായ ഒരു സഫലതയിൽ ഇരിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുൻപിൽ പ്രശ്നങ്ങളെയൊക്കെ സോൾവ് ആക്കിക്കൊണ്ട് ധൈര്യപൂർവ്വം മുന്നോട്ട് വരാൻ നിങ്ങളെ കൊണ്ട് ഈ ഒരു അവസരത്തിൽ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ പെന്റക്കിൾസിന്റെ രാജാവ് ചിലർക്ക് ലോട്ടറി അടിക്കാനുള്ള എനർജി ഉണ്ടാവാം. കണ്ടില്ലേ, ഇവിടെ ചിലപ്പോൾ ലോട്ടറി അടിക്കാനുള്ള എനർജി ഉണ്ടാകാം. ഇവിടെയും ചിലപ്പോൾ ചില ജോലികളിലേക്ക് പോകാനുള്ള കഴിവുണ്ടാവും. സമൂഹത്തിൽ മുൻപന്തിയിൽ നിൽക്കാനുള്ള എനർജി, ആഗ്രഹ സഫലീകരണത്തിൻ്റെതായ എനർജി, അങ്ങനെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.